വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം വെറുപ്പിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇവിടെ ജീവിക്കണമെങ്കിൽ ഡോളറുകൾ തന്നെ വേണമല്ലോ. ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാതിരുന്ന ഒരു ജോലി സാധ്യതയെ പറ്റി പറഞ്ഞത്. പടപേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഫീൽഡിൽ ഇറങ്ങി ജോലി എടുത്തു തുടങ്ങിയപ്പോഴാണ് ഈ പണി എനിക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായത്. വികാരമില്ലാത്ത മെഷീനുകളുടെയും പ്രോഫിറ്റ് മാത്രം മനസ്സിലുള്ള മാനേജർമാരുടെയും ഒക്കെ കൂടെ പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത്. ജയ്ജൂസ് ഹോം വീഡിയോസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതിനെ പറ്റിയുള്ള ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കിയുള്ളൂ. ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കുറച്ച് ടിപ്പുകളും ഐഡിയകളും ഒക്കെയാണ് ആ വീഡിയോയിലുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ജയ്ജൂസ് ഹോം വീഡിയോസ്. നാട്ടിലെ വളരെ പ്രശസ്തമായ ഒരു സാങ്കേതിക വിദ്യാലയത്തിൽ നിന്ന് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് ഡിപ്ലോമയും എടുത്ത് എല്ലാവരെയും പോലെ ഒരു വിദേശ ജോലിയും സ്വപ്നം കണ്ടിരുന്ന ഞാൻ തായ്ലൻഡിലെ 4 വർഷത്തെ ജീവിതവും കഴിഞ്ഞ് ഓസ്ട്രേലിയയിലെത്തിയ കഥയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. എന്നാൽ ആദ്യത്തെ 2 വർഷം കൊണ്ട് തന്നെ ഇവിടുത്തെ ജീവിതം ഞങ്ങൾക്ക് അത്ര പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്ന നല്ല ജോലികളെല്ലാം കളഞ്ഞ് നാട്ടിലേക്ക് വണ്ടി കയറി. കാറും വീട്ടു സാധനങ്ങളും എല്ലാം കൂട്ടുകാർക്ക് കൊടുത്തിട്ടാണ് പോയത്. പോകുന്ന സമയത്ത് കൂട്ടുകാരുടെ വക മനോഹരമായ ഒരു യാത്രയയപ്പും ഗിഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. നാട്ടിലെത്തി കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ജോലിയില്ലാതെ നാട്ടിൽ ജീവിക്കാനാവില്ലെന്ന് മനസ്സിലായി. വിദേശത്ത് ജോലി ചെയ്തിട്ട് തിരിച്ചു വന്ന NRIയുടെ കയ്യിൽ എന്തുണ്ടാവുമെന്ന് ഒരിക്കലെങ്കിലും NRI ആയിട്ടുള്ളവർക്കറിയാം. പണ്ട് മോഹൻലാൽ ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ വെറും ഓട്ടക്കാലനയല്ലെന്ന് മാത്രം. അതുകൊണ്ട് എന്ത് ജോലി ചെയ്യുമെന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നാട്ടിലെ പ്രശസ്തമായ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻഷുറൻസ് അഡ്വൈസർമാരെ വിളിക്കുന്ന പത്രപരസ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനൊരു നല്ല സെയിൽസ്മാൻ അല്ലെന്ന് പണ്ടേ അറിയാമായിരുന്നെങ്കിലും ഒരു കൈ നോക്കാൻ തന്നെ തീരുമാനിച്ചു. നല്ല കമ്മീഷനും സാലറിയും ഒക്കെയായിരുന്നു അവരുടെ ഓഫർ. കൂടാതെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നല്ല പത്രാസിൽ തന്നെ അങ്ങ് നടക്കാം. ഏതായാലും 2-3 ആഴ്ച കണ്ണൂർ ടൗണിൽ ക്ലാസ്സിനൊക്കെ പോയി പഠിച്ച് പരീക്ഷ എഴുതി ഒരു ഇൻഷുറൻസ് അഡ്വൈസറുടെ രജിസ്ട്രേഷനൊക്കെ എടുത്തു. ഫീൽഡിൽ ഇറങ്ങി ജോലി എടുത്തു തുടങ്ങിയപ്പോഴാണ് ഈ പണി എനിക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായത്. ട്രെയിനിങ് സമയത്ത് മാനേജർമാരും ട്രെയിനർമാരും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ച കുറേ കള്ളക്കണക്കുകളും മലർപ്പൊടി സ്വപ്നങ്ങളും ഒക്കെയായി വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം വെറുപ്പിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത്. ആദ്യത്തെ മാസത്തെ ടാർഗറ്റ് തന്നെ തികയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ തന്നെ NRI അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പണമെടുത്ത് തൽക്കാലം കഴിച്ചിലായി. എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഞാൻ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത അവസ്ഥയായി. നിനക്ക് മാന്യമായ വല്ല ജോലിയും എടുത്ത് ജീവിച്ചൂടേടാ എന്ന് എൻ്റെ ഒരു ചേച്ചിയുടെ പരിഹാസത്തോടുകൂടിയുള്ള ചോദ്യം കൂടി ആയപ്പോൾ തൃപ്തിയായി. വിവരവും വിദ്യാഭ്യാസവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ ട്രെയിനിങ് കാലത്ത് കാണാതെ പഠിച്ച കുറേ കള്ളങ്ങളും കണക്കുകളും ഒക്കെ പാളാൻ തുടങ്ങി. ടാർഗറ്റ് തികയാതെ വന്നപ്പോൾ എൻ്റെ മാനേജർമാരുടെ സ്വരത്തിനും ടോണിനും ഒക്കെ ചെറിയ മാറ്റങ്ങളും വരാൻ തുടങ്ങി. ഏതായാലും അറിയാവുന്ന പണി തന്നെ മതിയെന്ന് പറഞ്ഞ് ആ ഇൻഷുറൻസ് അഡ്വൈസർ കുപ്പായ ഞാൻ അവിടെ അഴിച്ചു വെച്ചു. ഇതിനിടയ്ക്ക് ഈ കള്ളങ്ങൾ പറഞ്ഞ് എനിക്ക് ഒരാളെപ്പോലും കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് വലിയ ഭാഗ്യം. ഞാൻ അടച്ച പണം എൻ്റെ കമ്മീഷനെല്ലാം ചേർത്ത് വലിയ കേടുപാടില്ലാതെ 3-ാം വർഷം തന്നെ എനിക്ക് തിരിച്ചു കിട്ടി കേട്ടോ. ഞാൻ പഠിച്ചതും കുറച്ചു കാലം പഠിപ്പിച്ചിരുന്നതുമായ കോളേജിലേക്ക് ഞാൻ വണ്ടി കയറി. അധികം താമസിക്കാതെ തന്നെ കോളേജിൻ്റെ കൊച്ചിയിലുള്ള ബ്രാഞ്ചിൽ സീനിയർ ട്രെയിനിങ് ഓഫീസറായി ഞാൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഫീസൊന്നും കൊടുക്കുന്നില്ലാതിരുന്നതിനാൽ ഞങ്ങളെ സ്റ്റുഡൻസ് അഥവാ ട്രെയിനീസ് ആയി തന്നെ മാനേജ്മെൻറ്റ് പരിഗണിച്ചിരുന്നു. ചെറിയ തെറ്റുകൾ ചെയ്താൽ പോലും ശിക്ഷിക്കാനും മാനേജ്മെൻറ്റ് മടിയില്ലായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ കോലവും മാറിയെന്ന് പറഞ്ഞതുപോലെ കുട്ടികൾ വലിയ ഫീസൊക്കെ കൊടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ സ്റ്റാറ്റസ് മാറി. പണം കൊടുത്ത് പഠിക്കുന്ന അവർ ഇന്ന് കസ്റ്റമേഴ്സായി. അവർ എന്ത് ചെയ്താലും തോളിൽ തട്ടി ഇനി അടുത്ത തവണ ഇതിലും നന്നായിട്ട് ചെയ്യണമെന്ന് ഉപദേശിച്ചു വിടാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവിടെയും അധികം കാലം പിടിച്ചു നിൽക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പറക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. നീ എന്ന് തിരിച്ചു വന്നാലും നിന്റെ സീറ്റ് ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് എന്നെ യാത്രയാക്കിയ എൻ്റെ ടൂൾ മാനേജർ സെബാസ്റ്റ്യൻ്റെ വാക്കുകളായിരുന്നു ഏക പ്രതീക്ഷ. ഷാൻഡിയുടെ മാനേജരും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതുകൂടാതെ ഞങ്ങളുടെ പെർമനന്റ് റെസിഡൻസി, അതായത് ഓസ്ട്രേലിയൻ PR-ൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഇവിടെ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഇവിടത്തേക്ക് വരാൻ സാധിക്കില്ലെന്നുള്ള ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ തിരിച്ചുവരവിന് പുറകിൽ. 2009 ജനുവരിയിൽ ഞങ്ങൾ മെൽബണിൽ വീണ്ടും കാലുകുത്തി. ഞങ്ങളുടെ സീറ്റുകളുമായി ഞങ്ങൾക്കായി കാത്തിരിക്കുമെന്ന് പറഞ്ഞിരുന്ന മാനേജർമാർ പോലും അവരുടെ സീറ്റുകൾ വീണു പോകാതിരിക്കാൻ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ആഗോള സാമ്പത്തിക മാന്ദ്യം ഓസ്ട്രേലിയയെയും ലോകത്തെയും മുഴുവൻ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു കാലമായിരുന്നു അത്. സംഭവം ഏതായാലും കലക്കി. പടപേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞങ്ങളിവിടെ കാലുകുത്തി 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് വിക്ടോറിയയുടെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും ഭയാനകമായ കാട്ടുതീ ഈ നാടിനെ വിറപ്പിച്ചത്. 2009 ബ്ലാക്ക് സാറ്റർഡേ എന്ന് വിളിക്കുന്ന ആ ദിവസത്തെ കാട്ടുതീയിൽപ്പെട്ട് 173 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്ത് തീയാണെന്ന് പറഞ്ഞാലും ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. പഠിച്ച പണി കിട്ടിയില്ലെങ്കിൽ കിട്ടിയ പണി പഠിക്കുക തന്നെ. ഞങ്ങളുടെ പഴയ അയൽവാസി ടിനുവിൻ്റെ ചേട്ടൻ ജോലി ചെയ്തിരുന്ന ഒരു നഴ്സിംഗ് ഹോമിലെ കിച്ചണിൽ ഒരു കിച്ചൺ ഹാൻഡിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഓടി.
ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ വീട്ടിലെ അടുക്കളയിൽ അമ്മച്ചിയെ സഹായിക്കുമായിരുന്നു എന്നൊക്കെ തട്ടിവിട്ട് ഒരു വിധത്തിൽ ആ ജോലി വാങ്ങിയെടുത്തു. കൂടെ പഠിച്ച പലരും നീ ഇത്രയൊക്കെ പഠിച്ചിട്ട് എങ്ങനെയാടാ ഈ അടുക്കളപ്പണിയൊക്കെ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചെങ്കിലും ഞാൻ വിട്ടില്ല. ഇവിടെ ജീവിക്കണമെങ്കിൽ ഡോളറുകൾ തന്നെ വേണമല്ലോ. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കൊന്നും അത് തരാൻ പറ്റില്ലെന്നും എനിക്കറിയാം. സാരമില്ല, ഇതെൻ്റെ മാത്രം പ്രശ്നമാണല്ലോ. ഞാനതങ്ങ് സഹിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഒരു കിച്ചൺ ഹാൻഡിൽ നിന്നും കൂടുതൽ ഉത്തരവാദിത്തമുള്ള പൊസിഷനിലേക്ക് ഞാൻ ഉയരുകയും 200 പേർക്കുള്ള ഡിന്നർ ഉണ്ടാക്കുന്ന ജോലിയൊക്കെ ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചു. ഞാൻ ആരാമോൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ പ്രദീപിൻ്റെ ഭാര്യ റാണി ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാതിരുന്ന ഒരു ജോലി സാധ്യതയെപ്പറ്റി പറഞ്ഞത്. ഡിസബിലിറ്റി സപ്പോർട്ട് വർക്കർ. കേൾക്കാൻ നല്ല മനോഹരമായ പേരല്ലേ? ജോലിയും മനോഹരമാണ്, കിട്ടുന്ന ശമ്പളവും തിരക്കേടില്ല. നമ്മുടെ നാട്ടിൽ ഭിന്നശേഷിക്കാരെന്നും മറ്റും വിളിക്കുന്ന നമ്മിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യസ്തതകളുള്ളവരെ അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ സഹായിക്കുകയും അവർക്ക് പല കാര്യങ്ങളിൽ പരിശീലനം കൊടുക്കുകയും ഒക്കെയാണ് പ്രധാന ജോലി. ഇവരുടെ കഴിവിനനുസരിച്ച് നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ അവരിലുള്ള കുറവുകൾ നികത്തി അവരെ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പ്രാപ്തരാക്കുകയാണ്. ഏതായാലും സംഭവം എനിക്കിഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ അതിനുവേണ്ട അടിസ്ഥാന യോഗ്യതയായ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ പഠിച്ച് ഞാനൊരു ഏജൻസിയിൽ ജോലിക്ക് കയറി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ട്രാവലേഴ്സ് എയ്ഡ് എന്ന പേരുള്ള ചരിത്ര പ്രശസ്തമായ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയിൽ എനിക്ക് ക്ലയൻറ്റ് സപ്പോർട്ട് ഓഫീസർ എന്ന ജോലിയും കിട്ടി. ഈ പറഞ്ഞ 3 ജോലികളും ഒരേ സമയത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സീനിയറുടെ കമ്പനിയിൽ എൻ്റെ സ്വന്തം ഫീൽഡിൽ തന്നെ, അതായത് ഒരു ടൂൾ മേക്കറായിട്ട് എനിക്ക് ജോലി കിട്ടുന്നത്. ഒരു ഫുൾ ടൈം ജോലി ആയതുകൊണ്ട് മാത്രമാണ് ശമ്പളം കുറവായിരുന്നിട്ട് കൂടി മറ്റു 3 ജോലികളും കളഞ്ഞിട്ട് ഞാൻ ഈ ജോലി സ്വീകരിച്ചത്. പക്ഷേ കുറച്ച് കാലം കൊണ്ട് തന്നെ ഞാനത് മടുക്കാൻ തുടങ്ങുകയും 1 വർഷത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിസബിലിറ്റി സപ്പോർട്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്ന പൊസിഷനിൽ വേക്കൻസി വന്നപ്പോൾ ഞാൻ ആ ജോലിക്ക് അപ്ലൈ ചെയ്യുകയും എനിക്ക് ആ ജോലി കിട്ടുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഞാൻ എൻ്റെ സ്വന്തം ഫീൽഡായ ടൂൾ ആൻഡ് ടൈം മേക്കിങ്ങിനോട് എന്നേക്കുമായി വിട പറഞ്ഞു. വികാരമില്ലാത്ത മെഷീനുകളുടെയും പ്രോഫിറ്റ് മാത്രം മനസ്സിലുള്ള മാനേജർമാരുടെയും ഒക്കെ കൂടെ പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് നല്ല മനസ്സ് മാത്രമുള്ള മനുഷ്യരുടെ കൂടെയാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ 20 വർഷത്തിലധികമായി സ്നേഹിച്ച് ചെയ്തിരുന്ന എൻ്റെ ജോലി ഉപേക്ഷിച്ചത്. അതിലെനിക്ക് നാളിതുവരെ ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ല. NDTFിലെ പഠനകാലം സമ്മാനിച്ച ആ ഒരു ധൈര്യം തന്നെയാണ് മാന്യമായ ഏത് തൊഴിലുമെടുത്ത് ജീവിക്കാൻ എന്നെ പഠിപ്പിച്ചത്. സീനിയറുടെ കമ്പനിയിൽ നിന്നും ഇറങ്ങുമ്പോൾ എനിക്ക് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലിയുണ്ട്, ഇനി ഒരു പാർട്ട് ടൈം ജോലി കൂടി ആവാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ട്രാവലേഴ്സ് എയ്ഡ് എന്ന നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയിൽ നിന്നും ഒരു മെസ്സേജ്, ജയ്ജു കം ബാക്ക് ടു ട്രാവലേഴ്സ് എയ്ഡ്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ട്രാവലേഴ്സ് എയ്ഡ് എന്ന് പറയുന്ന ആ കമ്പനിയിൽ ഞാൻ 2ാം പ്രാവശ്യവും ജോലിക്ക് കയറി. അത് ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പാണ്. 4 വർഷം മുമ്പ് അവിടെ ഫുൾ ടൈം ആകുന്നവരെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിയും കൂടി ഞാൻ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഈ ട്രാവലേഴ്സ് എയ്ഡ് എന്ന കമ്പനിക്ക് ഒരു 100 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്. അതെന്താണെന്നും ഞാനടക്കമുള്ള ജോലിക്കാർ അവിടെ എന്താണ് ചെയ്യുന്നതെന്നും കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ഞാൻ ഇപ്പോഴും ഈ ട്രാവലേഴ്സ് എയ്ഡിനെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും ഒക്കെയുള്ള വിശദമായ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.